+2 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എൻ്റെ അടുത്ത് ഈ അടുത്ത കാലത്ത് വന്നിട്ട് പറഞ്ഞ്, സാർ എനിക്ക് മാത്സ് ഭയങ്കര ഇഷ്ടമാണ്, ഫിസിക്സ് ഇഷ്ടമാണ്. മാത്സ് ഇഷ്ടമായതുകൊണ്ടും ഫിസിക്സ് ഇഷ്ടമായതുകൊണ്ടും വീട്ടുകാർ എന്നെ നിർബന്ധിക്കുന്നുണ്ട് ഒരു എൻജിനീയർ ആകാനായിട്ട്, JEE എഴുതാനായിട്ട് എന്നെ നിർബന്ധിക്കുകയാണ്. പക്ഷേ എനിക്ക് അത് ഇഷ്ടമല്ല എന്നാണ് ആ വിദ്യാർത്ഥി എന്നോട് പറഞ്ഞത്. ഇങ്ങനെ പറയുന്ന ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ സാർ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു, ഞാൻ ആ അപ്ലൈഡ് ബയോസയൻസ് കോഴ്സ് എടുത്തതിന് ശേഷം, കോഴ്സ് എടുത്ത് ഇറങ്ങിയതിന് ശേഷമാണ് അറിയുന്നത് ഇതിൽ B.Ed പഠിച്ചു കഴിഞ്ഞാൽ യാതൊരു രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഞാൻ വേറൊരു സബ്ജക്റ്റ് എടുക്കുമായിരുന്നു. ഇങ്ങനെ ആ കോഴ്സ് എടുത്തത് എൻ്റെ വളരെ എൻ്റെ ദുരവസ്ഥയായിപ്പോയി എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് പേര് നമ്മളെ സമൂഹത്തിൽ കാണാം. ഒരു ബിരുദ കോഴ്സ് എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. അപ്പം നമ്മൾ എന്ത് പഠിക്കുമ്പോഴും ഒരു പർപ്പസ് ഉണ്ടായിരിക്കണം. നേരത്തെ പറഞ്ഞ കുട്ടിയെ ഞാൻ മനസ്സുകൊണ്ട് അഭിനന്ദിക്കുകയാണ്. കാരണം +2 പഠിക്കുന്ന പല കുട്ടികളും എന്ത് ആഗ്രഹമെന്ന് പോലും പറയാൻ തയ്യാറല്ലാത്ത കുട്ടികൾ, അവർക്ക് അറിയത്തില്ല. വീട്ടുകാർ പറയുന്നത് എടുക്കുക, കുറച്ച് കുട്ടികൾ മാത്രമാണ് ആഗ്രഹം പറയുന്നത്. അതിന് പലപ്പോഴും വീട്ടുകാർ അനുകൂലമായി നിൽക്കുകയില്ല. കാരണം ഇഷ്ടമുള്ളത് പഠിച്ചാലേ ആ പഠനം ശരിയാവുള്ളൂ, അതിൽ എൻഗേജ് ചെയ്യാൻ പറ്റുള്ളൂ. മാത്രമല്ല അതിലൊരു കരിയർ കണ്ടെത്താനേ കഴിയുള്ളൂ. ചിലപ്പം വളരെ റെയറായിട്ടുള്ള കരിയറായിരിക്കും, പക്ഷേ അതിൽ എക്സൽ ചെയ്യാനുള്ള സാധ്യതയും ഇൻ്റലിജൻസും ആപ്റ്റിറ്റ്യൂഡും ഇൻട്രസ്റ്റും ആ കുട്ടിക്കുണ്ടെങ്കിൽ ആ കുട്ടി ഇതിൽ വളരെ വലുതായി, വളരെ വിശാലാർത്ഥത്തിൽ നല്ലൊരു കരിയർ കരസ്ഥമാക്കിക്കൊണ്ട് മുന്നേറി ജീവിക്കും. നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് പറ്റുന്ന ചില പിഴവുകൾ? ഒന്നാമത്തെ കാര്യം, നമുക്ക് ഒരു പർപ്പസ് ഉണ്ടാവണം എന്നുള്ളതാണ്. പർപ്പസ് ഇല്ലെങ്കിൽ പർപ്പസ് ഉണ്ടാക്കിയെടുക്കണം. എന്തിന് പഠിക്കുന്നു? ഞാൻ ബോട്ടണി എന്തിനു പഠിക്കുന്നു? ബോട്ടണി പഠിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും? ഞാൻ സുവോളജി എന്തിനു പഠിക്കുന്നു? അതുപോലെ തന്നെ ഞാൻ ഹിസ്റ്ററി എന്തിനു പഠിക്കുന്നു? ഞാൻ എക്കണോമിക്സ് എന്തിനു പഠിക്കുന്നു? അപ്പോൾ നമുക്കൊരു പർപ്പസ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഞാനൊരു അധ്യാപികയാകാനായിട്ട് അല്ലെങ്കിൽ അധ്യാപകനാവാനായിട്ട് ഞാനത് കഴിഞ്ഞിട്ട് ഞാൻ B.Ed പോകും. 2 years B.Ed ആണല്ലോ ഇപ്പോഴും. എന്തായാലും 4 വർഷത്തെ B.Ed +2 ശേഷമൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് വിദ്യാഭ്യാസത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. 4 വർഷത്തെ ഓണേഴ്സ് കോഴ്സുകൾ വരുന്ന വർഷമാണ് 2024. എന്തായാലും ഇനിയുള്ള കാലം വിദ്യാഭ്യാസത്തിൽ ഒരു വലിയ വിപ്ലവം തന്നെ നടക്കും. എങ്കിലും ഒരു ബിരുദ കോഴ്സ് എടുക്കുമ്പോൾ നമുക്കൊരു പർപ്പസ് ഉണ്ട്. വി ഷുഡ് ഹാവ് എ പർപ്പസ്. എന്തിനാ കോഴ്സ് എടുക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഈ കോഴ്സിൻ്റെ പ്രോസ്പെക്റ്റ് എന്താണ്? ഇതിൽ എന്തെങ്കിലും കരിയർ നേടാൻ പറ്റും? ഇപ്പോൾ ചരിത്രം പഠിക്കുന്ന പല കുട്ടികളോടും ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചരിത്രം പഠിക്കുന്നു, ഇത്രയേ ഉള്ളൂ. ഒരു ചരിത്രകാരനാകാനോ അല്ലെങ്കിൽ ഒരു ആർക്കിയോളജിസ്റ്റ് ആകാനോ ഒരു മ്യൂസിയോളജിസ്റ്റ് ആകാനോ ഒരു ഹെറിറ്റേജ് സ്റ്റഡീസിൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റ് ആകാനോ ഒന്നും ആയിരിക്കത്തില്ല ഈ കുട്ടികൾ 99% പഠിക്കുന്നത്. ബോട്ടണി പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു DNA സയൻസ് വരെ പഠിക്കാം, ക്യാൻസർ ബയോളജി പഠിക്കാം, ക്യാൻസർ ബയോടെക്നോളജിയിൽ റിസർച്ച് ചെയ്യാം, മോളിക്കുലർ മെഡിസിൻ പഠിക്കാം, മോളിക്കുലർ ബയോളജി പഠിക്കാം, അപ്ലൈഡ് സയൻസ് തന്നെ വേണമെന്നില്ല. ആ രീതിയിൽ ഒരു പർപ്പസ് ഉണ്ടെങ്കിൽ മാത്രം. എക്കണോമിക്സ് എടുക്കുന്നവർക്ക് നല്ലൊരു ബിസിനസ് അനലിസ്റ്റ് ആകാം, അതുപോലെ തന്നെ ഒരു ടാക്സ് എക്സ്പെർട്ട് ആകാം. അങ്ങനെ ഒരുപാട് ലാംഗ്വേജ് പഠിക്കുന്നവർക്ക് മാസ് കമ്മ്യൂണിക്കേഷനിൽ ഒരു വലിയ കരിയർ കരസ്ഥമാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റിയിൽ ഫാക്കൽറ്റി ആകാൻ കഴിയും. നമുക്ക് ഏറ്റവും നല്ല ഫാക്കൽറ്റികളും വേണമല്ലോ. ഈ സ്കൂളിൽ മാത്രമല്ല ടീച്ചേഴ്സ്, കോളേജുകളിലും വലിയ വലിയ യൂണിവേഴ്സിറ്റികളിലൊക്കെ നല്ല മിടുക്കരായ ഫാക്കൽറ്റീസ് കൂടി വേണം. അപ്പം റിസർച്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. പർപ്പസ് വളരെ പ്രധാനമാണ്. അങ്ങനെ ഒരു പർപ്പസോടുകൂടി നമുക്ക് ഒരു കോഴ്സ് എടുക്കാൻ കഴിഞ്ഞാൽ ആ കോഴ്സ് ചിലപ്പം വീട്ടിനടുത്തുള്ള കോളേജിലോ വീട്ടിനടുത്തുള്ള യൂണിവേഴ്സിറ്റിയിലോ ഒന്നും ആകണമെന്നില്ല. അത് തിരഞ്ഞുപിടിച്ച് കണ്ടുപിടിച്ച് അത് എടുക്കുക എന്നുള്ളത് നമ്മുടെ പർപ്പസിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട എലിമെൻ്റായിട്ട് മാറ്റണം. ഇനി കോഴ്സ് എടുക്കുന്നത് ഇന്ന് നമ്മളെ കേരളത്തിൽ മാത്രമല്ല, നമ്മുടെ വിദ്യാർത്ഥികൾ +2 കഴിയുമ്പോൾ അവരുടെ ആഗ്രഹം കൊണ്ടോ വീട്ടുകാരുടെയും കൂടെ സപ്പോർട്ട് കൊണ്ടോ വീട്ടുകാരുടെ നിർബന്ധം കൊണ്ടോ ഒക്കെ പലരും കർണാടകയിൽ, തമിഴ്നാട്ടിൽ, ഇന്ത്യയിൽ, നോർത്ത് ഇന്ത്യയിലൊക്കെ തന്നെ ഹൈദരാബാദിൽ, പൂനെയിൽ, മുംബൈയിൽ, കൽക്കട്ടയിലൊക്കെ തന്നെ നമ്മുടെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. താല്പര്യപൂർവ്വം പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അവർ നോക്കേണ്ടത് അതുകൊണ്ട് തന്നെ ധാരാളം ഡീംഡ് യൂണിവേഴ്സിറ്റിയിൽ പല കോഴ്സുകളുണ്ട്, ആകർഷകമായ കോഴ്സുകളുണ്ട്.
ചിലതെല്ലാം ന്യൂജൻ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന കോഴ്സുകളാണെങ്കിലും ചിലതിന് വളരെ നല്ല പിന്നീട് കരിയർ പ്രോസ്പെക്റ്റുള്ള പിന്നീട് അപ്ലൈഡ് ബയോസയൻസ് കോഴ്സുകളുണ്ട്. ഹ്യൂമാനിറ്റീസ് കോഴ്സുകളും അതുപോലെ നവീകരിച്ച് വരുന്നുണ്ട്. ഇതിനെല്ലാം അംഗീകാരമുണ്ടോ, യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരമുണ്ടോ എന്ന് നോക്കണം, UGC അംഗീകരിച്ച കോഴ്സാണോ എന്ന് നോക്കണം. ഇതെല്ലാം നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മളിൽ എത്ര പേര് കുട്ടികളെ കൊണ്ട് അവർ പഠിക്കാൻ എടുക്കുന്ന അവർ പർപ്പസോടുകൂടി എടുക്കുന്ന വിഷയത്തിൻ്റെ സിലബസ് നോക്കുന്നുണ്ട്. സിലബസ് നോക്കണം, തനിക്ക് താങ്ങാൻ കഴിയുമോ, നമുക്ക് ഇഷ്ടമുള്ള വിഷയങ്ങളാണോ, നമ്മുടെ കോർ സബ്ജക്റ്റ് ഇഷ്ടമുള്ള വിഷയങ്ങളാണോ. ഇപ്പം തന്നെ പിന്നെ ഇതായതുകൊണ്ട് തന്നെ സബ്ജക്ട്സിൻ്റെ എണ്ണം കൂടെയാണ്, ക്രെഡിറ്റുകളുടെ എണ്ണം കൂടെയാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് കഴിയുമെന്നുള്ളത്, ഇനി ഇഷ്ടമില്ലാത്ത വിഷയങ്ങളാണെങ്കിൽ അത് ഉപേക്ഷിച്ചിട്ട് ഇഷ്ടമുള്ള വിഷയങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഇപ്പോഴുണ്ട്. പക്ഷേ ഇതെല്ലാം തന്നെ കഴിയുമോ എന്നുള്ളതും, ഇത് സിലബസ് വളരെ പ്രധാനമാണ്. ഇതിനു വേണ്ടി ക്യാമ്പസ്, തൊട്ടടുത്ത ക്യാമ്പസോ നമ്മുടെ നാട്ടിലെ ക്യാമ്പസോ ആണെങ്കിൽ ഒരു ക്യാമ്പസ് വിസിറ്റ് ചെയ്താൽ പോലും ഫാക്കൽറ്റികളിൽ നിന്ന്, ഓഫീസിൽ നിന്ന് ഇതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. തീർച്ചയായിട്ടും അവരൊക്കെ നിങ്ങളെ സഹായിക്കും. അപ്പം ഈ സിലബസ് ഏതൊക്കെ പഠിക്കണം, അവിടുത്തെ വർക്കുകൾ എങ്ങനെയാണെന്നൊക്കെ ഉള്ള നിങ്ങൾ തീർച്ചയായിട്ടും അതിലെന്തൊക്കെ വർക്കുകൾ ചെയ്യാനുണ്ട്, എന്തൊക്കെ എക്സ്പെരിമെൻറ്റ് ചെയ്യാനുണ്ട്, അതിൻ്റെ ലാബുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ പ്രോജക്ട്സ് എന്തൊക്കെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് നല്ലൊരു ധാരണയോടുകൂടി പഠിക്കുന്നതാകും നല്ലത്. കുറച്ച് പേരെങ്കിലും ഒരു ബിരുദം മതി, എങ്ങനെയെങ്കിലും ഒരു ബിരുദം മതി എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ചിലരൊക്കെ ഒരു ബിരുദം എടുത്തതിന് ശേഷം, ബിരുദം എടുത്തത് തന്നെ ഒരല്പം ആലോചിക്കാതെ എടുത്ത് എന്ന് വിചാരിക്കുന്നവർ പെട്ടെന്ന് കരിയർ അല്ലെങ്കിൽ ഒരു യൂട്ടേൺ എടുക്കും. അതായത് ഒരു സയൻസ് സബ്ജക്റ്റ് എടുത്ത ഒരു വിദ്യാർത്ഥി ഒരു ദിവസം MSW എടുക്കും, MBA എടുക്കും. ചില കുട്ടികൾ ഇപ്പം സാധാരണ പ്യൂർ സയൻസ് എടുത്ത കുട്ടികൾ, ഹ്യൂമാനിറ്റീസ് എടുത്ത കുട്ടികൾ, BCom എടുത്ത കുട്ടികളൊക്കെ IIM പോലും ക്യാറ്റ് സ്കോർ ചെയ്ത് വരുന്നുണ്ട്. നമ്മൾ പിന്നെ നമ്മൾ ഇതിന് ഒരുപാട് വലിയ എൻജിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് മാത്രമല്ല, സാധാരണ ഏത് ഗ്രാജുവേറ്റ്സിനും പോകാമെന്നുള്ള കുറേ വഴികളാണ്. അതുപോലെ തന്നെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് പോലുള്ള ഹ്യൂമാനിറ്റീസിന് പ്രാധാന്യം കൊടുക്കുന്ന നാഷണൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പം ഇതൊക്കെ അവരുടെ എടുത്തതിന് ശേഷം വരുന്ന മാറ്റങ്ങളാണ്. ഈ മാറ്റങ്ങൾ നമ്മൾ നല്ലതുപോലെ തന്നെ കാണണം. കാരണം ഇപ്പം വിമൺ സ്റ്റഡീസ് പഠിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി ഇപ്പം ബോട്ടണി ഒന്നും എടുക്കത്തില്ല. കാരണം ബോട്ടണി കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അത് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൽ MA എഡ്യൂക്കേഷൻ, MA വിമൺ സ്റ്റഡീസ്, MA എൻ്റർപ്രണർഷിപ്പ്, MBA ഇൻ ട്രാവൽ ആൻഡ് ടൂറിസം പഠിക്കണമെന്ന് വിചാരിക്കുന്നു, MSW പഠിക്കണമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ വിചാരിക്കുന്ന ഈ കരിയർ ചേഞ്ച് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളുണ്ട്. അവരെ നമുക്ക് കുറ്റം പറയാക്കില്ല. അവർ അങ്ങനെ കരിയർ ചേഞ്ച് തീർച്ചയായിട്ടും അവർ പുതിയ പർപ്പസ് അവരുണ്ടാക്കി അതിൽ മുന്നേറും. ഇനി വേറൊരു വിഭാഗമുണ്ട്, ആ വിഭാഗത്തിനെ കൂടി നമ്മൾ കാണണം. ഇനി ഏത് ഡിഗ്രി എടുത്തു കഴിഞ്ഞാലും അവർക്ക് ചിലപ്പോൾ വലിയ പർപ്പസൊക്കെ ഉണ്ടാകും. പക്ഷേ ആ പർപ്പസിലൊന്നും അവർ ഒരുപക്ഷെ വിജയിച്ചില്ലെങ്കിൽ അവർക്കുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ, സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന കൂട്ടരാണെങ്കിൽ നിങ്ങൾ ഏത് സബ്ജക്റ്റും, മിക്കവാറുമുള്ള ജനറൽ സബ്ജക്റ്റ് എവിടെ പഠിച്ചാലും കുഴപ്പമില്ല. നിങ്ങൾ ഫസ്റ്റ് ഇയർ മുതലേ, ബിരുദത്തിൻ്റെ ഫസ്റ്റ് ഇയർ മുതലേ തന്നെ നിങ്ങളെ പ്രിപ്പറേഷൻ തുടരുമെങ്കിൽ, പ്രിപ്പറേഷൻ നിങ്ങൾ തുടരാനായിട്ട് തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി കഴിഞ്ഞ് 2 വർഷത്തിനുള്ളിൽ തന്നെ വേണമെങ്കിൽ സിവിൽ സർവീസ് എഴുതാം, 1000ഓളം പേർക്ക് കിട്ടും. അതുപോലെ തന്നെ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ എഴുതാം. അത് 4000 മുതൽ 6000 വരെ, ചിലപ്പോൾ അതിൽ കൂടുതൽ പേര് ഓരോ വർഷവും പിന്നെ ആവശ്യമായിട്ട് വരും. കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും നല്ല ജോബാണ് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ. കമ്പൈൻഡ് ഡിഫൻസ് സർവീസിലും ഗ്രാജുവേറ്റ്സിന് ഒരു കൈ നോക്കാം. അതുപോലെ തന്നെ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ ഉണ്ട്. ഗ്രാജുവേറ്റ്സിന് തീർച്ചയായിട്ടും സുഖമായിട്ട് എഴുതാമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ പ്രിപ്പറേഷനൊക്കെ ഉണ്ടെങ്കിൽ ഏത് ഗ്രാജുവേറ്റ്സിനും നമ്മൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഗ്രാജുവേറ്റ്സ്, മിനിമം ഗ്രാജുവേഷൻ ഉള്ള ഒരുപാട് ജോലികളുണ്ട്. അതുപോലെ തന്നെ ലോവർ ഡിവിഷൻ ക്ലാർക്ക് മുതലുള്ള കമ്പനി സെക്രട്ടേറിയറ്റിൽ ഒരുപാട് വാണ്ടഡ് ഉണ്ട്. ഇതിലെല്ലാം തന്നെ നമുക്ക് ഒരു കൈ നോക്കാമെന്നുള്ളതാണ്. അപ്പം ഒരു പർപ്പസ്, ഇതിനൊരു പർപ്പസ് ഉണ്ട്. എനിക്കൊരു സർക്കാർ ജോലി വേണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാമ്പസ് ഒരു വലിയൊരു മാറ്ററല്ല, അതുപോലെ തന്നെ സബ്ജക്റ്റും ഒരു വലിയൊരു മാറ്ററല്ല. പക്ഷേ ഇതൊക്കെ ഒരു മാറ്ററാകുന്നത് നിങ്ങൾക്ക് ഒരു പർപ്പസ് തന്നെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് PhD ചെയ്യണം, റിസർച്ച് ചെയ്യണം, എനിക്ക് ഡോക്ടറേറ്റ് എടുക്കണം, എനിക്ക് ഏറ്റവും നല്ല ക്യാമ്പസിൽ ഫാക്കൽറ്റി ആവണം, എനിക്ക് സയൻറ്റിസ്റ്റ് ആവണം, എനിക്കൊരു വൈൽഡ് ലൈഫ് സയൻറ്റിസ്റ്റ് ആവണം, എനിക്കൊരു മൈക്രോ ബയോളജിസ്റ്റ് ആകണം, എനിക്കൊരു വൈറോളജിസ്റ്റ് ആകണം, എനിക്കൊരു സോഷ്യൽ സയൻറ്റിസ്റ്റ് ആകണം, എനിക്ക് IIM തന്നെ MBA എടുക്കണമെന്നൊക്കെ പറയുന്നത്
തീർച്ചയായിട്ടും പർപ്പസാണ്. എനിക്ക് സിവിൽ സർവീസിൽ കയറിപ്പറ്റണോ എന്ന് പറയുന്നതും സർക്കാർ ജോലി, അതും ഒരു സിവിൽ സർവീസാണ്, അതിൽ കയറിപ്പറ്റണം എന്ന് പറയുന്നതും പർപ്പസാണ്. അതുകൊണ്ട് തന്നെ പർപ്പസ് ഒരു ബിരുദത്തിന് ചേരുമ്പം വളരെയധികം പ്രാധാന്യമുള്ളതാണ്. കിട്ടിയ കോളേജിൽ എടുക്കുക എന്നുള്ളത് ചിലരെങ്കിലും ചില രീതിയാണ്. പക്ഷേ പർപ്പസ്ഫുള്ളായിട്ട് ഇന്ന കോളേജിൽ തന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ കൂട്ടുകാരുണ്ട്, കുട്ടികളുണ്ട്. അവരാണ് യഥാർത്ഥത്തിൽ പർപ്പസ്ഫുള്ളായിട്ട് പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കോളേജ് വളരെ പ്രധാനമാണ്. കോളേജ് എടുക്കുമ്പോൾ എന്തെല്ലാം നോക്കണം? കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി, കാരണം ഇന്ന് ഒരുപാട് തമിഴ്നാട്ടിലൊക്കെ ഒരുപാട് ഡീംഡ് യൂണിവേഴ്സിറ്റി ഉണ്ട്, കർണാടകയിലുണ്ട്. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റി നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയിലെ യൂണിവേഴ്സിറ്റിയോട് അഫിലിയേറ്റ് ചെയ്ത കോളേജിൽ എടുക്കുമ്പോഴും ആ യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ് നോക്കാം. നമുക്ക് പിന്നെ NIRF റാങ്കിങ് നോക്കാം. ലോകത്തെ ഏത് യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ് നമുക്ക് നെറ്റിൽ കൂടെ കിട്ടും. അത് നമുക്ക് പലപ്പോഴും കേരളത്തിലെ യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് ഒരു സംശയവും കാണത്തില്ല, പല യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് സംശയം കാണത്തില്ല. പക്ഷേ കോളേജിൻ്റെ അംഗീകാരമല്ല, കോളേജിൻ്റെ ക്വാളിറ്റി എങ്ങനെ അറിയാം? അതിനാണ് NAAC. അപ്പോൾ ഇത് നാഷണൽ അസസ്മെൻറ്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ, ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ബോഡിയാണ്. ഈ NAAC ചില കോളേജിൻ്റെ ബോർഡിലൊക്കെ അവരുടെ ലെറ്റർ പാഡിലെല്ലാം NAAC A++ എന്നൊക്കെ എഴുതിയിരിക്കുന്നില്ലേ? അപ്പം NAACൻ്റെ സ്റ്റാർ, NAACൻ്റെ അംഗീകാരം എത്ര A ആണോ, A+ ആണോ, A++ ആണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ. അത് ഒരു എലിമെൻ്റാണ് ഒരു കോളേജിൻ്റെ ക്വാളിറ്റി. ആ ക്വാളിറ്റി നിശ്ചയിക്കുന്നത് ചില ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അവിടുത്തെ ഫാക്കൽറ്റി ഒരു കാര്യമാണ്, അവിടുത്തെ ലൈബ്രറി, കുട്ടികളെ ഫാക്കൽറ്റി എത്രമാത്രം സ്റ്റുഡൻറ്റ് സപ്പോർട്ടീവ് ആണെന്നുള്ളത് കൂടെ നോക്കണം. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ധൈര്യമായിട്ട് കയറാം. അതുപോലെ തന്നെ ലൈബ്രറി വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കും, അതുപോലെ തന്നെ ജെൻഡർ ഫ്രണ്ട്ലി ആയിരിക്കും, അതുപോലെ തന്നെ ഗേൾസ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആയിരിക്കും. ഇങ്ങനെ ഒരുപാട് എലിമെൻറ്റ്സ് അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ മൊത്തത്തിൽ അതിൻ്റെ ക്വാളിറ്റി ഒരു മാറ്ററാണ്. അപ്പം അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കോളേജ് തിരഞ്ഞെടുക്കുമ്പം നിങ്ങൾ ഈ കാര്യങ്ങൾ നോക്കണം. അതുപോലെ തന്നെ ഓണേഴ്സ് കോഴ്സിൽ വരുമ്പോൾ വലിയ മാറ്റങ്ങൾ വരെയാണ്. അതുകൊണ്ട് തന്നെ അവിടെ പ്രോജക്ട്സ് ചെയ്യാനുള്ള സൗകര്യം, അവിടുത്തെ വിദ്യാർത്ഥി സൗഹൃദ അന്തരീക്ഷം, സ്റ്റുഡൻസ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ, അതൊരു വലിയ കാര്യമാണ്. കുട്ടികൾക്ക് ഒരു പക്ഷേ ഈ സബ്ജക്റ്റിന് അതീതമായിട്ട് ഒരുപാട് കാര്യങ്ങൾ വളർച്ച നേടാനാണല്ലോ ഒരു ക്യാമ്പസിൽ പോകുന്നത്. അവിടുത്തെ പിന്നീട് കൂടുതൽ നേരം കിട്ടുന്ന ലൈബ്രറി, ലാബ്, കുട്ടികളുടെ ചർച്ചകൾ, ഡിസ്കഷൻസ്, സെമിനാഴ്സ്, നാഷണൽ സെമിനാർ. ഒരു നാഷണൽ സെമിനാറെങ്കിലും ഒരു കോളേജിൽ നടക്കണം എന്നുള്ള ഒരു നിബന്ധനയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ കോളേജിനെ കുറിച്ച് ഒരു നല്ലൊരു ക്വാളിറ്റി അന്തരീക്ഷമുള്ളൊരു കോളേജാണെന്ന് കണക്കാക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ ഗസ്റ്റ് ലെക്ചേഴ്സ്, ഏതെങ്കിലും നമ്മുടെ ഒരു സബ്ജക്റ്റിലെ ഒരു ഫാക്കൽറ്റി കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഒരു എക്സ്പെർട്ടിനെ കൊണ്ടുവന്ന് ഒരു ടോക്ക് നടത്തുക എന്നൊക്കെ ഉള്ളത് കോളേജിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളിലൊന്നാണ്. അവിടുത്തെ അറ്റ്മോസ്ഫിയർ, അപ്പോൾ അവിടുത്തെ സപ്പോർട്ടീവ് ഫാക്കൽറ്റീസ് ആൻഡ് സ്റ്റാഫ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പം NAAC നോക്കണം, NIRF റാങ്കിങ് യൂണിവേഴ്സിറ്റിയിൽ നോക്കണം. അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യങ്ങൾ, അത് ഫാക്കൽറ്റി, ലൈബ്രറി, ലാബ്, അവിടുത്തെ പ്രോജക്ട്സ് ചെയ്യാനുള്ള സൗകര്യം, അവിടുത്തെ പിന്നീട് മറ്റ് സെമിനാഴ്സ്, ടോക്ക്, സിമ്പോസിയം, ഇതിലൊക്കെ കുട്ടികളുടെ ഇൻവോൾവ്മെൻറ്റിനെ എത്രമാത്രം പ്രോത്സാഹിപ്പിക്കുന്നു, ഇതെല്ലാം ഒരു ഘടകമാണ്. എത്ര പേര് നമുക്ക് അഡ്മിഷന് മുമ്പ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ക്യാമ്പസിൽ പോയി ഇതൊക്കെ ഒന്ന് അന്വേഷിക്കുമെന്നുള്ളത് സ്വയം വിലയിരുത്തേണ്ടി ഇരിക്കുന്നു. കോളേജ് ലൈഫ് ഒരാളുടെ ജീവിതത്തിൽ വല്ലാതെ മാറ്റം വരുത്തും. കോളേജിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാലും ആ ജീവിതത്തെ വിജയിപ്പിക്കുന്ന ഒന്നാക്കി തീർക്കുന്നത് ഒരു ക്യാമ്പസ് ലൈഫാണ്. അതുകൊണ്ട് തന്നെ ബിരുദത്തിന് ചേരുമ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ കുറിച്ചുള്ള സാധ്യതകൾ ഇനി അതുകൂടി നമ്മൾ നോക്കണം. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാനുള്ളത്, നമ്മൾ ഒരു സബ്ജക്റ്റിൻ്റെ ഒരു കോളേജിൽ ബിരുദത്തിന് ചേരുന്നു, അവിടെ ബിരുദാനന്തര ബിരുദം അതേ സബ്ജക്റ്റിലുണ്ടെങ്കിൽ അവിടെ നമുക്ക് നല്ല ഫാക്കൽറ്റിയെ കിട്ടുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ എലിമെൻ്റ് നോക്കണം. അത് എപ്പോഴും അത് വിജയിക്കണമെന്നില്ല, എങ്കിൽ തന്നെ ചില കോളേജിൽ ബിരുദം മാത്രമേ കാണുള്ളൂ. പക്ഷേ അത് ബിരുദത്തിന് വേണ്ടി മാത്രമുള്ള ചില കോളേജുകളുണ്ട്, പോസ്റ്റ് ഗ്രാജുവേഷൻ കാണത്തില്ല. അവിടുത്തെ ക്വാളിറ്റി നിങ്ങൾ നോക്കണം. നേരത്തെ പറഞ്ഞ പോലെ NAAC നോക്കണം. മൊത്തത്തിൽ നമ്മുടെ ഭാവി, നമ്മുടെ ലൈഫിൽ
ഒരു 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 മാറ്റം വരുത്തുന്നത് നമ്മുടെ ബിരുദത്തിന് പഠിക്കുന്ന ക്യാമ്പസും ബിരുദാനന്തര ബിരുദ ക്യാമ്പസും തന്നെയാണ്. ബിരുദാനന്തര ബിരുദ ക്യാമ്പസ് ആണ് നമ്മളെ ഒരു നല്ല ഒരു റിസർച്ചറാക്കുന്നത്, ഒരു ഗവേഷകനോ ഗവേഷകയോ ആക്കുന്നത്. അങ്ങനെ ആക്കുമ്പോഴാണ് ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയിലും കോളേജിലുമൊക്കെ നല്ല ഫാക്കൽറ്റീസ് ഉണ്ടാകുന്നത്, നല്ല സയൻറ്റിസ്റ്റ് ഉണ്ടാകുന്നത്, നല്ല സോഷ്യൽ സയൻറ്റിസ്റ്റ് ഉണ്ടാകുന്നത്, നല്ല മാസ് കമ്മ്യൂണിക്കേഷൻ എക്സ്പെർട്ട് ഉണ്ടാകുന്നത്, നല്ല ജേർണലിസ്റ്റ് ഉണ്ടാകുന്നത്, നല്ല ലാംഗ്വേജ് ലിംഗ്വിസ്റ്റിക് എക്സ്പെർട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ഹാവ് എ വണ്ടർഫുൾ കരിയേഴ്സ്. താങ്ക് യു.